ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിലാവുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അടുപ്പുള്ള ആൾക്കാരുടെ അടുത്ത് ഏറ്റവും വൾണറബിൾ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും നമ്മുടെ അപാകതകളൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് നിൽക്കുക, അവിടെ ജോലിക്കോ മറ്റൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ ജോലിയൊക്കെ തേടിയിട്ട് അവിടേക്ക് എത്തുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട് അവിടെയുള്ള മറ്റ് ചങ്ങായിമാരോടൊപ്പം അറിയിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയാണ് അങ്ങനെയാണ് മറ്റൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ നമ്മൾ പുതുതായി ജോയിൻ ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള പുതിയ സ്ഥലത്തിലെ ആൾക്കാർ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നെഗറ്റീവായിട്ട്. നമ്മുടെ മുമ്പ് അവിടെ വർക്ക് ചെയ്തുള്ള ഫ്രണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും, ആ ലെൻസിൽ കൂടെ ആയിരിക്കും അവർ നമ്മൾ നോക്കിക്കാണുക. ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശുപാർശകളിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രണ്ട്സുകളും മറ്റും വർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്ക് വർക്ക് അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ അവിടെ പോകാനായിട്ട് നമ്മൾ മടിക്കണ്ടേ. പലപ്പോഴും നിങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ബയാസ്ഡ് അല്ലാതെ നിങ്ങൾ മുൻകൂട്ടി മുൻവിധികളില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിങ്ങളുടെ റിയൽ വാല്യൂസ് കാണിച്ച് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കും, പെരുമാറാൻ സാധിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ ക്യാരക്ടറിനെയും മറ്റേ ആൾക്കാരെ എങ്ങനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണോ എന്ന് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും. അല്ലാതെ വേറൊരാളുടെ ശുപാർശകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പണി കിട്ടാൻ സാധ്യതയില്ല.